വിവാദം ഒക്കെ വേണമെങ്കിൽ പറയാം അല്ലെ? ശരിക്കും ഒരു വിവാദത്തെക്കാളേറെ ഒരു അത്ഭുതമായിരുന്നു. കാരണം ഒരു രണ്ട് കുടുംബക്കാരറിഞ്ഞ് കല്യാണമോ ഒരു സർപ്രൈസ് പോലെ FB-യിൽ ഇതാ രണ്ടുപേരും മേക്കപ്പിന് ഷൂട്ട് ചെയ്ത് വന്നതാണോ എന്ന് വരെ പോലും കമന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പൈസയും അധികം പൈസയൊന്നും അവിടെ അമ്പലത്തിൽ കെട്ടിവെച്ച പൈസ ഒന്ന് ഗുരുവായൂർ പോയി തൊഴുന്ന പൈസ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സന്ദേശം ഒരു സാധാരണക്കാരനിലേക്ക് എങ്ങനെ എത്തിക്കാം? അതായത് നമ്മളൊരു കല്യാണം നടത്തണമെങ്കിൽ ഞങ്ങൾ തമ്മിൽ സൈക്കോളജി എടുത്ത തീരുമാനം, ഞങ്ങൾ സെപ്റ്റംബർ 30-ന് ഡൈവോഴ്സ് മാട്രിമോണി പരിചയപ്പെട്ടു. അന്നത്തെ ദിവസം തന്നെ ഞങ്ങളെടുത്ത തീരുമാനം, ഇത് വേണോ വേണ്ട എന്ന് തീരുമാനിക്കണമെങ്കിൽ നമുക്ക് 2 കൂട്ടർ 5-6 മാസത്തെ സംസാരത്തിന് ശേഷം മതി. അവർക്കും സമ്മതമാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും വീട്ടുകാരും ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോളിലും അല്ലാതെ എല്ലാം സംസാരിച്ച് സകല കാര്യവും സംസാരിച്ച് തീർത്തു. അതിലൂടെ രണ്ടുപേരുടെ ജീവിത രീതി എങ്ങനെയാണെന്നും 2 കൂട്ടർക്കും മനസ്സിലായി. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം നമ്മളിപ്പോൾ എല്ലാ നാട്ടിലും കല്യാണം തെറ്റിക്കാനൊക്കെ ആളുണ്ടല്ലോ. എൻ്റെ ഇവിടെ ഉണ്ടാകും തന്നെ. ഞങ്ങൾ ഈ നാട്ടിൽ അറിയപ്പെടുന്ന തന്നെ ആരോടും സമ്പർക്കമില്ല, പുറലോകമായിട്ട് ബന്ധമില്ലെന്നാണ്. അപ്പൊ എൻ്റെ ഓരോ ദിവസത്തെ ജീവിതം ഞാൻ കാണിച്ചു കൊടുത്തു എങ്ങനെയാണെന്ന്. ഇങ്ങനെയാണ് ഇവർക്ക് തൃപ്തികരമോ? എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു ദിവസം കൊണ്ട് ജീവിച്ച് തീർക്കേണ്ട ഒരു കാര്യമല്ല, അത് ജീവിത അവസാനം വരെ ജീവിച്ച് തീർക്കേണ്ട. അതുകൊണ്ട് യാതൊരുവിധ കള്ളത്തരോ ചതിയോ വഞ്ചനയോ ഒന്നുമില്ലാതെ സത്യസന്ധമായിട്ട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായ കുറ്റവും കുറവും ഇല്ലാത്ത ഒരു മനുഷ്യരും ഇല്ല ഈ ലോകത്ത്. പക്ഷെ അത് മനസ്സിലാക്കി അതിനും നമുക്ക് കുഴപ്പമില്ല. പറഞ്ഞില്ലെങ്കിൽ അവൾ എന്നോട് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇവളോട് എനിക്ക് എങ്ങനെയായാലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും എന്നുള്ള ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഡൈവോഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ഒരു പ്രസക്തിയില്ല. അങ്ങനെ വരുമ്പോ അതാണ് വേണ്ടത്. കല്യാണം പോലും വേണ്ട എന്ന് കുട്ടികൾ ചിന്തിക്കുന്ന എന്താ അറിയോ? അച്ഛനും അമ്മയും നിർബന്ധിച്ച് കല്യാണം കഴിക്കും, എന്നിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ പൊരുത്തപ്പെടാനാവാതെ പിരിയുമ്പോൾ ഇനിയിപ്പൊ നമുക്ക് കല്യാണം വേണ്ട എന്ന് പോലും കുട്ടികൾ ചിന്തിച്ചു പോവുകയാണ്. കാരണം വീട്ടിലെ പ്രശ്നങ്ങൾ കാണുമ്പോഴേ. അപ്പൊ എന്തായാലും വിവാഹ ജീവിതം സന്തോഷം തന്നെയാണ്. അതിനെ നരകമാക്കുന്നതും സ്വർഗമാക്കുന്നതും വ്യക്തികൾ തമ്മിൽ തന്നെയാണ്. അതിന് സൈക്കോളജിസ്റ്റിന് സഹായിക്കാൻ പറ്റും, ജ്യോതിഷനും സഹായിക്കാൻ പറ്റും. അപ്പൊ തീർച്ചയായും വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു സൈക്കോളജിസ്റ്റിനെയും ഒരു അസ്ട്രോളജറിനെ കണ്ടിട്ടാവുമല്ലോ. അത് രക്ഷിതാക്കളുടെ റോളാണ്. പക്ഷെ ഏതൊരു വ്യക്തി, ഏതൊരു കാസ്റ്റിൽ പെട്ട വ്യക്തി എന്തായാലും സൈക്കോളജിസ്റ്റിനെ കണ്ട് ഒരു കൗൺസിലിംഗ് എടുത്തോ അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നതിന് ഒരു തെറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഈ സൈക്കോളജി എന്ന് പറയുമ്പോൾ അതിനകത്തുകൊണ്ടൊരു പ്രത്യേകത, ഈ സൈക്കോളജി സംബന്ധമായ അറിവുള്ള വ്യക്തിയുടെ അടുത്ത് പോയെങ്കിൽ മാത്രമേ കൊണ്ട് പറയുള്ളൂ. അല്ലെ ഇത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായിട്ട് എനിക്ക് അനുഭവം ഉണ്ട്. പിന്നെ ഇവിടെ പരസ്യമായിട്ട് പറയാൻ കൊള്ളുക. അല്ല, എന്തായാലും നമ്മുടെ മനസ്സിൽ ഒരു രണ്ടാമതൊരാളോടും കൂടി ഈ 2 പേർ തമ്മിൽ ഒത്തുപെട്ട് പോവാനുള്ള അവരോടൊന്ന് സംസാരിക്കുമ്പോൾ അവർക്കറിയാലോ, ഡോക്ടർക്ക് അറിയാൻ പറ്റും. അതുപോലെ ഒരു സൈക്കോളജിസ്റ്റിന് ഈ 2 പേരുടെയും അവര് നന്നായി കൗൺസിലിംഗ് ചെയ്തതിന് ശേഷം, ഒരു കൗൺസിലിംഗിലൊന്നും അല്ല, 2ഓ 3ഓ കൗൺസിലിംഗിലൂടെ പിന്നെ ഇവര് പൊരുത്തപ്പെട്ടു പോകും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഡൈവേഴ്സ് ചെയ്യണതിന് മുമ്പേ അങ്ങനെ ചോദിക്കും. എങ്കിൽ പോലും അവര് ഡൈവേഴ്സ് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ പിന്നെ അത് പുറകോട്ട് പോയിട്ട് വളരെ കുറവാണ്. പക്ഷെ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ഡൈവേഴ്സ് എത്തിയിട്ട് കൗൺസിലിങ്ങിന് പോകുന്നതിനേക്കാൾ മുമ്പേ കൗൺസിലിംഗ് ചെയ്ത് അസ്ട്രോളജറിനെ കണ്ട് ഈ അച്ഛനും അമ്മയും കാണുന്നതിന് പകരം ഈ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി തന്നെ അസ്ട്രോളജേഴ്സിനോട് സംസാരിച്ച് ഇതിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിവാഹം കഴിക്കുന്നതായിരിക്കും നല്ലത്, അല്ലേ? അതാണ് ഞങ്ങളുടെ ജീവിതത്തില് സിമി ഇവിടെ വന്ന് താമസിക്കുന്ന തോന്നൽ സിമിക്കും വരുന്നില്ല. കാരണം ഇത് നേരത്തെ ഒരാൾ വന്നതിന്റെ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കില്ല. കാരണം നിങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് പരിചയമുണ്ട്. 9 മാസമായിട്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഒരു വിവാഹ ജീവിതത്തിൽ വേണ്ടുന്നതെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷനാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പ്രോപ്പറായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അവര് സക്സസ്ഫുൾ ആവുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. എന്തായാലും തീർച്ചയായിട്ടും ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ്. ആ പരാജയപ്പെട്ടവർ പരാജയമെല്ലാം സ്വയം അംഗീകരിച്ചുകൊണ്ട് ഇനിയൊരു പരാജയം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, ഇപ്പോഴാണ് ഞങ്ങൾക്കെല്ലാം മനസ്സിലായത്, ഇനി ഞങ്ങൾക്ക് മറ്റൊരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ സാധിക്കും എന്നുള്ളൊരു ഉറച്ച തീരുമാനം കൂടി പരാജയം വിജയമാക്കി. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പം ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഒരു കുടുംബത്ത് വരുമ്പോഴേ മറ്റുള്ള ആൾക്കാർ പറയും ഒന്നേ കെട്ടിടം സ്ഥാനത്തല്ല ഇരിക്കുന്നത്,
അല്ല ഒറ്റ എന്തെങ്കിലും മുറിയിൽ ജീവിക്കുന്നവർ സുഖമായി ജീവിക്കുന്നില്ല. ഫ്ലാറ്റുകൾ എടുത്താൽ ഫ്ലാറ്റിന്റെ ദോഷം പറയാൻ പറ്റുമോ? അപ്പൊ ദോഷങ്ങൾ മറ്റുള്ളവരിൽ ആരോപിക്കപ്പെടുകയാണ്. അതിന്റെ പുറകെ പോവാതെ രണ്ട് വ്യക്തികൾ മാനസികമായും ശാരീരികമായും അവരുടെ വൈകല്യങ്ങളും അവരുടെ കുറവുകളും പരസ്പരം അംഗീകരിക്കണം. എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ നേരത്തെ ഉറങ്ങുന്ന ആളാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് കല്യാണത്തിന് മുമ്പ് തന്നെ പറയണം. പറഞ്ഞ് സംസാരിച്ച് ഒരു സമവായത്തിലെത്തിയതിന് ശേഷം ഒരു അസ്ട്രോളജിസ്റ്റിൻ്റെയും ഒരു സൈക്കോളജിസ്റ്റിൻ്റെയും കൂടി സഹായത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ രക്ഷിതാക്കൾക്ക് ഒരു വലിയ ആശ്വാസമാവും. കല്യാണ ചെലവും പിന്നെ ഒരു ഡൈവേഴ്സിന്റെ ചെലവും വീണ്ടും ഒരു കല്യാണം ഒരു പീഡനമൊന്നും ഇല്ലാതെ രക്ഷിതാക്കളെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു മനപ്രയാസം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. വിവാഹമോചനം എന്ന് പറയുന്നത് ഒരു വലിയ, എന്തായാലും ആ ഒരു വിഷമമൊക്കെ അനുഭവിച്ചർ എന്ന നിലയിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചിന്മയൻ്റെയും സിമിയുടെയും അനുഭവമാണ് അവർ പറഞ്ഞത്. തീർച്ചയായും നിങ്ങളും വിവാഹത്തിന് തയ്യാറാവുന്നവരാണെങ്കിൽ ആ വിവാഹ ജീവിതം ഏറ്റവും സമ്പന്നമായി തീരാൻ, ഏറ്റവും സന്തോഷം നിറഞ്ഞ സ്വർഗതുല്യമായ ജീവിതമായി തീരാൻ എന്ത് ചെയ്യണം? എല്ലാവരും നമ്മുടെ മനസ്സിലുള്ളത് നമ്മുടെ തുണയാകാൻ പോകുന്ന ആളോട് സംസാരിച്ച് തുറന്ന സംസാരത്തിലൂടെ ഇണയുമായി ഒരു ബന്ധം സ്ഥാപിച്ചതിന് ശേഷം വിവാഹം കഴിക്കൂ. എല്ലാ നന്മകളും വന്നു ചേരും. എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഈ ചാനലിൽ ഇത്രയും നേരം സംസാരിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. ചിന്മേൻ്റെ അമ്മയ്ക്കും അതുപോലെ മോൾക്കും സിമിയുടെ രക്ഷിതാക്കൾക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ല ഒരു ഓണം ആശംസിച്ചുകൊണ്ട് നന്ദി. പുത്തനോണം അല്ലേ, നന്നായി ആഘോഷിക്കും. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.